നമസ്കാരം. പാർട്ടിക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ മനു തോമസിനെ തീർക്കാൻ സഖാക്കന്മാർ വരിവരിയായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ നിനക്ക് മറുപടി നൽകാൻ ഞങ്ങൾ മതി എന്ന് പറഞ്ഞ് ഒരു കാലത്ത് പാർട്ടിയുടെ ആവേശമായിരുന്ന പാർട്ടി പിന്നീട് തള്ളിയ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും തുടങ്ങി നിരവധി സഖാക്കന്മാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ. കേരളത്തിന്റെ ഭരണപക്ഷമായ ഇടതു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സഖാക്കന്മാരെ കുറിച്ചാണ് മനു തോമസ് ഇത്തരമൊരു വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടത്. എന്നാൽ ഇത്ര വലിയ വിഷയമൊന്നും ആക്കേണ്ട കാര്യമില്ല ഇതെന്നും ഇത് ചർച്ച ചെയ്യാനൊന്നുമില്ല എന്നും പറഞ്ഞ് വിഷയത്തെ നിസാരവൽക്കരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരുന്നില്ല. മറിച്ച് ഒരു മറുചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതോ ഒരു ജില്ലാ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരിക്കാനാണെന്നതായിരുന്നു MV ഗോവിന്ദന്റെ ചോദ്യം. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണത്രേ ഇതെല്ലാം. അതിൽ ഇടപെടാൻ ഒരു തരത്തിലും തയ്യാറല്ല താനും. അതെല്ലാം അവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മതിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അവിടെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ വിളിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകർ മനു തോമസിന്റെ വിഷയം ചോദിക്കുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള വാല്യൂവും ഇല്ല എന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകുന്നു. അതായത് കേവലം ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ പ്രശ്നം മാത്രമാണ് ഇത് എന്ന് പാർട്ടി നേതൃത്വത്തിന് ഇതിൽ ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാനൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് മനു തോമസിനെതിരെ സഖാക്കന്മാർ വധഭീഷണി ഉയർത്തുന്നത്? ഇത് പാർട്ടിയെ മുഴുവനായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുന്നില്ല എങ്കിൽ പിന്നെ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന വിഷയമാണ്. ഇത് പുറത്ത് സംസാര വിഷയമാകരുതെന്ന് സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകുന്നില്ല? ഇതെല്ലാം ജനങ്ങളുടെ സംശയമാണ്. ഉത്തരം പറയേണ്ടത് CPM നേതൃത്വവും. എന്തായാലും മനുവിന്റെ വിഷയത്തിൽ വിളമ്പേണ്ടുന്ന ക്യാപ്സ്യൂൾ എന്താണ് എന്നത് പാർട്ടി പറഞ്ഞു പഠിപ്പിക്കാത്തതിനാൽ വിഷയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് തടി തപ്പിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി നിസാരമായി കണ്ട ഈ വിഷയത്തിൽ മനു തോമസിന് പോലീസ് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു എന്നതാണ് വിരോധാഭാസം. കാരണം മനു തോമസിന് സുരക്ഷ ഏർപ്പെടുത്താൻ കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുകയാണ്. ആലക്കോട് പോലീസാണ് സംരക്ഷണം നൽകുന്നത്. CPM സൈബർ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് മനു തോമസിന് ഭീഷണിയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഒരുക്കുകയാണ് പോലീസ്.